അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സയ്യിദുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവതികളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ഒരു അന്യ പുരുഷനെ കണ്ടിട്ടില്ല. അങ്ങനത്തെ വളരെ സൂക്ഷ്മമായ ജീവിതം നയിച്ചിട്ടുള്ള സ്ത്രീയായി അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയായി. അതുകൊണ്ട് നാം ഇന്നത്തെ ആധുനിക സ്ത്രീകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതമാണ് ഉൾക്കൊള്ളേണ്ടത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തക്കുണ്ടാം അള്ളാഹിനെ നാം തഖ്വയിൽ നാം ജീവിക്കുവാൻ നാം തഖ്വയിലാഹി മദാറുദ്ദീൻ സഹാദത്തി, അള്ളാഹിനെ കുറിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ നോട്ടം മാറി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് എന്ന സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മനുഷ്യ ശരീരത്തിലൊരു മാംസബന്ധമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാവും എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അല അറിയുക വഹിയൽ കൽബ്, അത് ഹൃദയമാണ്. അതുകൊണ്ട് നാം ഹൃദയത്തെ നാം ഹസദ്, കിബർ, റിയാ, ഓരോത്തവയിൽ നിന്ന് നാം വിട്ടുനിന്നുകൊണ്ട് നാം ഇല്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും, അങ്ങനെ ഓരോ സെക്കൻഡ് സമയം ഉലൽ കബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും, അങ്ങനെ നാം മഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു തആല കബൂലാക്കുകയും സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുൽ ഉളമയിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ഈ വീഡിയോ എടുക്കുന്ന ഹിജാബിനെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.